everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ചത്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. നമ്മൾ ഇപ്പോഴൊക്കെയാണ് ആ വാക്കുകൾ ഉപയോഗിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എന്തായിരുന്നു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്? ചില വാക്കുകൾ തമ്മിലോ അല്ലെങ്കിൽ ചില ക്ലോസസ് തമ്മിലോ ചില ഫ്രേസസ് ഒക്കെ കമ്പൈൻ ചെയ്യാൻ കോർഡിനേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളെയാണ് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ വാക്കുകളൊക്കെ ഓർത്ത് വെക്കാൻ ഞാൻ നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കോഡ്? എല്ലാവരും ഇപ്പൊ ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എക്സലന്റ്, ഫാൻ ബോയ്സ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. അപ്പൊ ഈ പേര് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പൊ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുമ്പോൾ കുറച്ചധികം വാക്കുകളുണ്ട്. ആ വാക്കുകളിലെ കുറച്ച് വാക്കുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ഓരോ ദിവസം കുറച്ച് വാക്കുകൾ മനസ്സിലാക്കി പോകും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വീഡിയോസ് കറക്റ്റായിട്ട് കാണുക. നമ്മൾ ഒരു ദിവസം വളരെ കുറച്ച് കാര്യങ്ങളായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ആ പഠിക്കുന്നത് നന്നായി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും അതുപോലെ തന്നെ ഒരു ലെറ്റർ എഴുതണമെങ്കിൽ ഒരു ഇമെയിൽ അയക്കണമെങ്കിൽ ഒക്കെ നിങ്ങൾ ഒരുപാട് ഈ വേർഡ്സുകൾ എപ്പോഴാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അത് യൂസ്ഫുൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പം ഞാൻ പറയാന്ന് വിചാരിക്കേ, ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്ഡ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുക? ഞാനിപ്പോൾ പറഞ്ഞത് ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്ഡ് എന്നാണ്. അതായത് മഴ നിന്നതിന് ശേഷം നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, മഴ നിന്നതിന് ശേഷം എന്താണ് ഉണ്ടായത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും അല്ലേ? കാരണം ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ അർത്ഥം വരുന്നത്? മഴ നിന്നതിന് ശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എക്സ്പെക്ട് ചെയ്യും എന്ത്? അത് കഴിഞ്ഞ് എന്തോ ഉണ്ടായി എന്ന് നമ്മൾ പറയാൻ പോവാ എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്? ഇവിടെ നമ്മൾ ആഫ്റ്റർ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ ഈ ആഫ്റ്റർ റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കേ, ദ റെയിൻ സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞ ആ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. പക്ഷെ ഈ ആഫ്റ്റർ എന്നുള്ളൊരു വാക്ക് വെച്ചതുകൊണ്ടാണ് അവിടെ എന്തായി അത് മാറുന്നത്? ഡിപ്പെൻഡന്റ് ക്ലോസ് ആയി മാറുന്നത്. അതായത് എന്താണ്? ഈ സെന്റൻസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. ഈ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു മീനിങ് കൊടുക്കണമെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ കുറച്ച് വാക്കുകൾ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അവിടെ. മനസ്സിലായോ? അപ്പോൾ ഈ ആഫ്റ്റർ എന്നുള്ളൊരു വാക്കുകൊണ്ട് മാത്രമാണ് ഇത് എന്തായി മാറിയത്? ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആയി മാറിയത്. കാരണം ആ ഒരു സെന്റൻസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം കറക്റ്റ് ആയിട്ടുള്ള മീനിങ് അതിന് കൊടുക്കുന്നില്ല. അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം? ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസും എന്നും പറയാം. അപ്പൊ ഈ ആഫ്റ്റർ എന്നുള്ളൊരു വാക്ക് കാരണം മാത്രമാണ് ഇത് ഡിപ്പെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ആയത്. ഓക്കെ, അപ്പൊ ഈ വാക്കിന് നമുക്ക് എന്തെന്ന് പറയാം? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയാം. അങ്ങനെയാണ് ഈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്നുള്ള പേര് കിട്ടിയത്. മനസ്സിലായോ? അപ്പൊ ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്ലോസ്, അതായത് കറക്റ്റ് ആയിട്ട് മീനിങ് തരാത്ത ഒരു സെന്റൻസിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു മീനിങ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ഡിപ്പെൻഡന്റ് ക്ലോസിന്റെ അപ്പുറത്ത് എന്ത് എഴുതണം? ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് എഴുതണം. അപ്പൊ എന്താണ് ഇൻഡിപെൻഡന്റ് ക്ലോസ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് മനസ്സിലാക്കിയതാണ്. അതായത് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ സെന്റൻസ് കംപ്ലീറ്റ് ആയിരിക്കും. അതിലൊരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു വേർബ് ഉണ്ടായിരിക്കും, അങ്ങനെയായിരിക്കും. അപ്പൊ ഈ സെന്റൻസ് നമുക്ക് എങ്ങനെയാണ് ഈ സെന്റൻസിന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ്? നമ്മളൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഈ സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്ഡ് ദേ വെന്റ് ഫോർ എ വാക്ക് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ആഫ്റ്റർ എന്നുള്ളൊരു വാക്ക് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ദ റെയിൻ സ്റ്റോപ്ഡ് എന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആയനത്. പക്ഷെ ഇവിടെ ആഫ്റ്റർ എന്ന് എഴുതിയത് കൊണ്ട് ഇത് എന്തായി മാറി? ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആയി മാറി. മനസ്സിലായോ? പക്ഷേ നമ്മൾ ഇതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തെഴുതി? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് നമ്മൾ എഴുതി. അതെന്താ നമ്മൾ പറഞ്ഞത്? ദേ വെന്റ് ഫോർ എ വാക്ക് എന്നാണ്. അതായത് അവർ നടക്കാൻ പോയി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഈ സെന്റൻസ് മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് മീനിങ് കിട്ടുന്നുണ്ടോ നമുക്ക്? കറക്റ്റ് ആണ്. ദേ വെന്റ് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എന്തെന്ന് പറയാം? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ ആദ്യം എഴുതിയത് എന്താണ്? ഡിപ്പെൻഡന്റ് ക്ലോസും
സെക്കൻഡ് എഴുതിയത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിപെൻഡന്റ് ക്ലോസ് ആണ് എഴുതുന്നതെങ്കിൽ നമ്മളൊരു കോമ എഴുതിയിട്ട് വേണം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്ലോസ് എഴുതാൻ. മനസ്സിലായോ? ഇനിയിപ്പോ അപ്പൊ നിങ്ങൾക്ക് വരുന്നൊരു സംശയമാണ്, ഈ സെന്റൻസ് മറിച്ച് ഇങ്ങനെയും പറഞ്ഞുകൂടെയെന്ന്. എങ്ങനെ? they went for a walk after the rain stopped എന്ന് പറഞ്ഞുകൂടെയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതും ശരിയാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ പിന്നെ കോമ ഇടേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ആദ്യം ഇൻഡിപെൻഡന്റ് ക്ലോസ് എഴുതാം, പിന്നെ നമ്മൾ ഡിപെൻഡന്റ് ക്ലോസ് എഴുതാം. മനസ്സിലായോ? അപ്പോൾ they went for a walk after the rain stopped എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദോ, ഓൾ ദോ, ഈവൻ ദോ, ഈ 3 വാക്കുകൾ എപ്പോഴൊക്കെയാണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ 2 വേർഡ്സ് നോക്കാം, ദോ, ഓൾ ദോ. അപ്പൊ ഈ 2 വാക്കുകളുടെ അർത്ഥം എങ്കിലും എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ദോ നമ്മൾ യൂസ് ചെയ്യുക സ്പോക്കൺ ഇംഗ്ലീഷിലാണ്, എന്നാൽ നമ്മൾ ഓൾ ദോ യൂസ് ചെയ്യുക എഴുതുമ്പോഴാണ്, അതായത് റിട്ടണിലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. ഈവൻ ദോയും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ദോടിയും ഓൾ ദോടിയും അർത്ഥം എന്താ വരുന്നത്? എങ്കിലും എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. അത് ചിലവേറിയതായിരുന്നു, എങ്കിലും അവൾ ആ വസ്ത്രം വാങ്ങി. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് നമുക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് ഇവിടുത്തെ കോസ് എന്നാണ്. അപ്പോൾ അത് ചിലവേറിയതായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കോസ്. ആ കോസിന്റെ എഫക്റ്റ് എന്താണ് ഉണ്ടായത്? അവൾ ആ വസ്ത്രം വാങ്ങി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? ഇവിടുത്തെ കോസ് ആണ്. അത് ചിലവേറിയതായിരുന്നു എങ്കിലും എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ എങ്കിലും എന്ന് പറയാൻ നമുക്ക് ഏത് വാക്ക് യൂസ് ചെയ്യാം? ദോ എന്ന് എഴുതാം. അപ്പൊ ആദ്യം ദോ എഴുതാം, ഇനി നമ്മൾ എന്ത് എഴുതാം? അത് ചിലവേറിയതായിരുന്നു എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയും? ഇറ്റ് വാസ് എക്സ്പെൻസീവ് എന്ന് പറയും. ദോ ഇറ്റ് വാസ് എക്സ്പെൻസീവ് ഇങ്ങനെ പറഞ്ഞ സെന്റൻസ് കംപ്ലീറ്റ് ആയോ? ഇല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. അത് ചിലവേറിയതായിരുന്നു എങ്കിലും എന്ന് പറഞ്ഞാൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. എങ്കിലും എന്തുണ്ടായത് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും അതിൻ്റെ ഒരു ആൻസർ ആയിട്ട്, ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ദോ ഇറ്റ് വാസ് എക്സ്പെൻസീവ് എന്തുണ്ടായത്? നമ്മൾ മലയാളം സെന്റൻസിൽ നമ്മൾ എന്താ പറഞ്ഞത്? അവൾ ആ വസ്ത്രം വാങ്ങി എന്നാണ്. അതായത് അവൾ ആ വസ്ത്രം വാങ്ങി എന്നുള്ളത് എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് ആണ്, അല്ലേ? ഇൻഡിപെൻഡന്റ് ക്ലോസിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, വേർബ് ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതാം. അവൾ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അവൾ ആ വസ്ത്രം വാങ്ങി എന്നുള്ള സെന്റൻസിൽ അവൾ വാങ്ങി എന്നാണ് ഇവിടെ നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതായത് ആദ്യം സബ്ജക്റ്റ് എഴുതാം, പിന്നെ വേർബ് എഴുതാം. ഷീ ബോട്ട് ആ വസ്ത്രം. എന്താണ് വാങ്ങിയത്? ആ വസ്ത്രമാണ്. ദാറ്റ് ഡ്രസ് എന്ന് പറയും. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ദോ ഇറ്റ് വാസ് എക്സ്പെൻസീവ് ഷീ ബോട്ട് ദാറ്റ് ഡ്രസ് എന്ന് വരും. മനസ്സിലായോ? ഇനി നമുക്ക് വേറൊരു സെന്റൻസ് നോക്കാം. ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു, എങ്കിലും അവർ വിമാനത്താവളത്തിൽ കൃത്യസമയത്തെത്തി. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഇവിടുത്തെ കോസ് എന്താണ്? ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കോസ്. അതിന്റെ എഫക്റ്റ് എന്തുണ്ടായത്? അവർ വിമാനത്താവളത്തിൽ കൃത്യസമയത്ത് എത്തിയെന്നാണ്. ആദ്യം എഴുതേണ്ടത് എന്താണ്? ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു എങ്കിലും എന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ നമുക്ക് ആദ്യം എങ്കിലും എന്ന് എഴുതാം. ദോ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു എന്ന് പറയാൻ the traffic was heavy എന്തുണ്ടായത്? അവർ വിമാനത്താവളത്തിൽ കൃത്യസമയത്ത് എത്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ അവർ എത്തി എന്നുള്ളതാണ് നമ്മൾ ആദ്യം എഴുതുക. they reached the airport on time. though the traffic was heavy they reached the airport on time എന്ന് വരും. മനസ്സിലായോ? ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദോ ഓൾ ദോ ഒക്കെ ഏകദേശം സിമിലർ മീനിങ് തന്നെയാണ്. പക്ഷേ ഇവിടെ ദോ നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നമ്മൾ ഇൻഫോർമൽ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നതാണ്. അതായത് ഇപ്പൊ ആദ്യം പറഞ്ഞ സെന്റൻസിലാണെങ്കിൽ അത് ചിലവേറിയതായിരുന്നു എങ്കിലും അവൾ ആ വസ്ത്രം വാങ്ങി എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു കാര്യം ഒന്നും കൂടി എന്താ പറയാ, ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് അവിടെ കുറച്ച് ആകാംക്ഷയുടെ അംശം കുറച്ച് കൂടുതലാണ്. അതായത് ഒന്നും കൂടി നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയണമെങ്കിൽ അത് അത്യാവശ്യം നല്ല വിലയുള്ളതായിരുന്നു എങ്കിലും അവൾ ആ വസ്ത്രം വാങ്ങി എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഓൾ ദ വെച്ച് പറയാം. മനസ്സിലായോ? അത് ഇന്റർചേഞ്ചബിൾ ആണ്. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ദോ വെച്ച് പറയും, റിട്ടണിൽ നമ്മൾ ഓൾ ദോ അല്ലെങ്കിൽ ഈവൻ ദോ. ഈവൻ ദോ എപ്പോഴാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് ദോ വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത സെന്റൻസ് നിങ്ങൾ പറയാൻ ട്രൈ ചെയ്യോ കേട്ടോ.
സിനിമ ദൈർഘ്യമേറിയതായിരുന്നു എങ്കിലും അവർ അവസാനം വരെ നിന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? അപ്പൊ ഇവിടുത്തെ കോസ് എന്താണ്? സിനിമ ദൈർഘ്യമേറിയതായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എങ്കിലും എന്നുള്ളത് നമുക്ക് ആദ്യം എഴുതാം. നമുക്ക് ദോ എന്ന് എഴുതാം. ദോ സിനിമ ദൈർഘ്യമേറിയതായിരുന്നു എന്ന് പറയാൻ നമ്മളിവിടെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിനിമയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദ മൂവി എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്തത്, ദ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്തത്. ദോ ദ മൂവി വാസ് ലോങ്. ഇനി നമ്മൾ എന്ത് എഴുതാം? അവർ അവസാനം വരെ നിന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അവർ എന്ന് പറയാൻ ദേ എഴുതാം. നിന്നു എന്ന് പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർ സിനിമ അവസാനം വരെ കണ്ടു എന്നാണ്. അപ്പൊ നമുക്ക് പറയാം ദി സ്റ്റേഡ് അൺടിൽ ദി എൻഡ്. അൺടിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. എത്ര വരെ നിന്നു? അവസാനം വരെ നിന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ദോ ദ മൂവി വാസ് ലോങ് ദി സ്റ്റേഡ് അൺടിൽ ദി എൻഡ് എന്ന് വരും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ദോ വെച്ചോ ഓൾദോ വെച്ചോ ഒക്കെ നമുക്ക് പറയാം. ഇനി നമ്മൾ ഈവൻ ദോ എപ്പോഴാണ് യൂസ് ചെയ്യാന്നറിയോ? ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്കൊരു കാര്യം പറയണമെങ്കിൽ ഇവിടെ അർത്ഥം വരുന്നത് എന്നിട്ടും എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പോ ഈ സെന്റൻസ് തന്നെ, നമ്മളിപ്പോ ഈ പറഞ്ഞ സെന്റൻസ് തന്നെ നമുക്ക് പറയണമെങ്കിൽ, അതായത് സിനിമ ദൈർഘ്യമേറിയതായിരുന്നു എന്നിട്ടും, അല്ലെങ്കിൽ എന്നിട്ട് പോലും, എന്നിരുന്നാകിലും എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്നിട്ട് പോലും അവർ അവസാനം വരെ നിന്നു എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈവൻ ദോ യൂസ് ചെയ്യുക. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അവർ ഒരുപാട് പരിശീലിച്ചു എന്നിട്ട് പോലും എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ എന്നിട്ടും എന്താ ഇവിടെ പറയുന്നത്? ടീമിന് കളി നഷ്ടമായി, അതായത് ടീം ആ കളിയിൽ തോറ്റു എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? അപ്പൊ നമുക്ക് ഈവൻ ദോ എന്ന് ആദ്യം എഴുതാം. ഈവൻ ദോ അവർ ഒരുപാട് പരിശീലിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ കോസ്. ഈവൻ ദോ ദേ പ്രാക്ടീസ്ഡ് എ ലോട്ട് എന്ന് പറയാം. ദേ പ്രാക്ടീസ്ഡ് എ ലോട്ട്, ഒരുപാട് എന്ന് പറയാനാണ്. ദേ പ്രാക്ടീസ്ഡ് എ ലോട്ട്. എന്തുണ്ടായത്? അതിലത്തെ എഫക്റ്റ് എന്താണ്? ദ ടീം ലോസ് ദ ഗെയിം എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഈവൻ ദോ ദേ പ്രാക്ടീസ്ഡ് എ ലോട്ട് ദ ടീം ലോസ് ദ ഗെയിം എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇന്ന് നിങ്ങൾ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് അറിയാൻ വേണ്ടി വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ 3 വാക്കുകളാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചത്. അതിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് ഏതാണെന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ ഈ ചോദ്യം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.